മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധനയുമായി ബന്ധപ്പെട്ട് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും നേരിൽ കാണുമെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പേൽ. സുപ്രീം കോടതി നിർദ്ദേശിച്ച മേൽനോട്ട സമിതി എത്രയും വേഗം നടപ്പിലാകണം. കമ്മിറ്റിക്ക് മുന്നിൽ കേരള സർക്കാർ ശക്തമായ തെളിവുകൾ നൽകാനുള്ള ഇടപെടൽ ഉണ്ടാവണമെന്നും ഫാദർ ജോയി നിരപ്പേൽ പറഞ്ഞു. സുപ്രീം കോടതി നിർദ്ദേശിച്ച പുതിയ മേൽനോട്ട കമ്മിറ്റി അത് എത്രയും വേഗം നടപ്പിലാകണം. അതുപോലെ ആ കമ്മിറ്റിക്ക് കേരള ഗവൺമെൻറ് ശക്തമായ തെളിവുകൾ ഹാജരാക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം IIT റൂർക്കി, ഡൽഹി അങ്ങനെയുള്ള ശക്തമായ തെളിവുകൾ നമ്മുടെ കൈവശമുണ്ട്. ഏറ്റവും വിദഗ്ധ കമ്മിറ്റിയാണ്. അവിടെ ആ തെളിവുകൾ കൃത്യമായിട്ട് ആ കമ്മിറ്റിക്ക് സമർപ്പിക്കുക. അതുപോലെ പൊതുജനങ്ങൾക്ക് ആ കമ്മിറ്റിക്ക് നിർദ്ദേശം കൊടുക്കാനുള്ള ഒരു അനുവാദം കൂടി തീർച്ചയായിട്ടും നമുക്ക് കിട്ടണം. അപ്പോൾ ഈ പെരിയാർ നിവാസികൾക്കല്ലെങ്കിൽ മുല്ലപ്പെരിയാർ സമരസമിതിക്ക് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ സാധിക്കും. ജനങ്ങളുടെ ആശങ്ക അവരെ നേരിട്ട് അറിയിക്കാൻ സാധിക്കും. അങ്ങനെ തീർച്ചയായിട്ടും ഈ ഡാമിൻ്റെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഈ പരിശോധന നടത്തി ഈ ഡാം സുരക്ഷിതമാണെന്ന് കമ്മിറ്റി വിലയിരുത്തിയാൽ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിനു മുമ്പ് ഈ കമ്മിറ്റി മുമ്പാകെ നമ്മുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുവാൻ, വ്യക്തമായ തെളിവുകൾ ഗവൺമെൻറ് കൊടുക്കുവാൻ തീർച്ചയായിട്ടും മുന്നോട്ട് വരണം എന്നാണ് സമരസമിതിക്ക് പ്രത്യേകമായിട്ട് ഗവൺമെൻറ്റിനോട് പറയുവാനുള്ളത്. അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ജലവകുപ്പ് മന്ത്രിയുമായിട്ട് നേരിട്ട് കാണുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിനുശേഷം അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്തിട്ട് മുഖ്യമന്ത്രിയെ കാണാനുള്ള തീരുമാനം ഞങ്ങൾ എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നു.